ഒക്കെ ഓരോ നാടകങ്ങളല്ലേ, നമ്മൾ ആടിത്തീരാത്ത കഥാപാത്രങ്ങൾ. എന്നാലും കൗസല്യ കർമ്മഫലത്തെ തേടാതെ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ ലോകത്തെ കടമ. ഓരോരുത്തർ അവരവരുടെ വേഷങ്ങൾ ആടിത്തിമിർക്കും. വേഷം കഴിയുമ്പോൾ അതഴിച്ചു വെച്ച് അവർ വേദി വിടും. పోగట్టే పోయేవరే అప్పా ఏం చూస్తున్నా? చూడు నీళ్ళు చాలా బాగుంది. ఇక్కడ రామా, ఇక్కడ రా. ఇవళదా ఏ ఉయిరే. ജീവിച്ചിരുന്ന കാലത്ത് ദേഹം സത്യമായിരുന്നു. ഇപ്പോഴതൊരു പിടിച്ചാരം. ബാക്കിയായ മോഹങ്ങളും പേറി യാത്രയായവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ ജലാഞ്ജലി. ദേഹമെരിഞ്ഞ പട്ടടച്ചൂടിനേക്കാളും കർമ്മനൊമ്പരങ്ങളുടെ പാപച്ചൂടിൽ ഉരുകുകയാണ് ആത്മാക്കളെന്ന് വിശ്വാസം. ഇവിടെ ഈ ഭസ്മം നനയുമ്പോൾ പുണ്യത്തിൻ്റെ കുളിസ്പർശമായി അത് മാറുകയാണ്. ചിതാഭസ്മ നിമഞ്ജനത്തിൻ്റെ സാരമിതാണ്. എന്നെ വിട്ടു പോയവരെ വീണ്ടും പാക്ക മുടിയുമാ? ജാതസ്യ ഹി ധ്രുവോർ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാ ഗീതയിൽ. അമ്മളെ, ദുഃഖം വേണ്ട. നാം ആരെക്കുറിച്ചെങ്കിലും വ്യസനിച്ചോ നമ്മെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ വ്യസനിക്കും. നാം ആരെക്കുറിച്ചെങ്കിലും സന്തോഷിച്ചോ നമ്മെക്കുറിച്ചും ആരെങ്കിലുമൊക്കെ സന്തോഷിക്കും. ഭാവനയ്ക്ക് ഭാവം ഫലമെന്ന് വസിഷ്ഠ ഗുഹയിലെ സന്യാസി. എല്ലാവരും സന്തോഷമുള്ളവരാണെന്ന് കരുതൂ. ഒരു മഹാപുരുഷനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഈ ഹരിക്കിപ്പോഴും ജ്ഞാനമില്ല അമ്മളെ. തേടി അലയുകയാണ്. ഗംഗോത്രിയിലും വാരണാസിയിലും കുടജാദ്രിയിലും ഇപ്പതാ ഇവിടെ ഈ കൽപ്പാത്തിയിലും. ഇവിടെ എൻ്റെ വേഷം വേദപഠനശാലയിലെ വാദ്യാര്. രുദ്രപ്രയാഗിൽ നിന്നും കേദാർനാഥിലേക്കുള്ള വഴിയിൽ വലതുവശത്തൊരു ജലരാശിയുണ്ട്. അവിടെ സൂര്യരശ്മികളും ജലബിന്ദുക്കളും കൂടി ചേർന്ന് മഴവില്ലുണ്ടാക്കുന്നത് നോക്കി നിന്നൊരു നിമിഷം ഹൃദയത്തിൽ ഒരുൾക്കിടിലമുണ്ടായി. ഒരിടിമിന്നൽ. ജ്ഞാനവും അജ്ഞാനവും ഒന്നായി തീർന്ന നിമിഷം. അന്ന് മനസ്സിലായി അമ്മളെ, ജ്ഞാനമെന്താ അജ്ഞാനമെന്താണെന്ന്. അമ്മാളെ ജലരാശി ഒന്ന് കാണാൻ പോണം. ഈ വയസ്സുകാലത്തിന് ഞാനോ? ഒന്നും അവസാനിക്കുന്നില്ല, ഒന്നും ആരംഭിക്കുന്നുമില്ല. അനാദിയായ കാലത്തിൻ്റെ ഏതോ ഒരു തുമ്പിലാണ് നാമൊക്കെ. ചില കാര്യങ്ങൾ ദേവമാളനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ഇനി അറിയേണ്ടത് സത്യഭാമയെക്കുറിച്ചല്ലേ? சரி, இன்னைக்கு போதும். ஒரு நாளாச்சு, பாவம். அக்கா போதும், நீங்க போங்க. போதும் இல்லையா? സത്യഭാമ, കഥവ് തുറക്ക. അപ്പോ ഹരിയുടെ കുഞ്ഞല്ലേ? ജന്മം കൊണ്ടല്ല,
ഇവളുടെ ഊരും പേരും ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ കാഞ്ചനെന്ന് വിളിക്കുന്നു, അവള് വിളി കേൾക്കും അല്ലേ? നാളത്തെ തേരോട്ടം പൊടി പൊടിക്കും അല്ലേ? എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിന് അകത്തുള്ള ഭക്തജനങ്ങളും കലശമുള്ള തീർത്ഥാടനങ്ങൾ എത്തിയാൽ കലശോപങ്ങൾ ശ്രദ്ധകരമാണ്. പ്രദേശങ്ങളിൽ ബന്ധിക്കുന്ന എത്താൻ സാധ്യതയുള്ളതിനാൽ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നടാ എന്നടാ സ്വാമി പോയാച്ചു സ്വാമി പോയാച്ചു ചക്ര കയറി സ്വാമി സത്ത് പോയാച്ചു അയ്യോ സ്വാമി പോയാച്ചു സ്വാമി പോയാച്ചു തേരി ചക്ര കയറി സ്വാമി സത്ത് പോയാച്ചു ദേവമ്മ. ദേവമാളെ, നിങ്ങൾ നിങ്ങളുടെ സത്യം തിരഞ്ഞെടുത്തോ? നിശ്ചയമില്ലാത്തതാണ് മനുഷ്യരെല്ലാം ചെയ്യാൻ നിശ്ചയിക്കുന്നത്. മരണം ജീവിതത്തിന്റെ അവസാനമാണെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പ് അത് ചെയ്യേണ്ടത് ഞാനായിരുന്നു. ഈ മഹാകാശിയുടെ ഓരോ പടവുകളിലും കിടന്നുറങ്ങുന്ന അനേകം ജന്മങ്ങളായിരുന്നു. ആരാർക്ക് സ്വന്തം? നിനക്ക് നീ മാത്രമാണ് സ്വന്തം, എനിക്ക് ഞാൻ മാത്രവും. പരിഭ്രമിക്കേണ്ട. നിങ്ങളുടെ ശരീരം ഈ വിശ്വനാഥന്റെ നിശ്ചയത്തിന് വഴിപ്പെട്ട് ഇവിടെ പഞ്ചഭൂതങ്ങളിൽ വിഘടിക്കട്ടെ. സ്വയം പഴുത്തു പാകമായ പഴം ഞെടുപ്പിൽ നിന്നും അടരുന്നത് പോലെ മോഹങ്ങളിൽ നിന്നും സ്വയം വിടുതലുണ്ടാവട്ടെ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അടക്കി ബന്ധസ്വന്ധങ്ങളുടെ മാറാല നീക്കി പുറത്തു വരിക. ആത്മാവിന്റെ അമരജ്ഞാനത്തിനായി നാം കണ്ടുമുട്ടേണ്ടിയിരുന്നു. ഇവിടുന്ന് നിങ്ങളുടെ യഥാർത്ഥ ദേവയാനം ആരംഭിക്കുന്നു. ഇനിയൊരു ജന്മം അതുണ്ടാവാതിരിക്കട്ടെ.
ഇത് നിനക്കുള്ളതാ. എന്നായാലും ഇത് നിനക്ക് തരാൻ വെച്ചിരുന്നതാ. മன்னிச்சிடு ദൈവമാളെ. ബന്ധവും സ്വന്തവും മായുമീ ദേവയാനം, ഓർമ്മകൾ ജാലകം ചാരുമീ അഗ്രഹാരം. നാം വിടും നാൾ തൊട്ട് കൂടുന്ന മരണമേ, നീവൾ കാലംബമാകുന്നു. ഇന്ദ്രനഭസിൻ മന്ത്രമൊഴുകും സ്പന്ദന ശ്രീരാഗം തോരുന്നു. മരണം എന്നും എനിക്ക് ഭയമായിരുന്നു. ഇപ്പോഴും അതെൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ജീവരേഖ മാത്രം. ഹരി എനിക്ക് മനസ്സിലാക്കി തന്നതും അതാണ്. ഇവിടെ എൻ്റെ ദേവയാനം തുടങ്ങുകയാണ്. ഹരിയുടെ ഓർമ്മകൾ എൻ്റെ പാദങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ. മരണം ഒരുപക്ഷെ അവസാനമല്ലായിരിക്കാം. അതുപോലെ മരണഭയങ്ങളും അവസാനിക്കുന്നില്ല.